പക്ഷെ ഒരുപാട് പേർക്ക് മണിയെക്കുറിച്ച് ഷെയിമുണ്ട്, മണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഷെയിമുണ്ട്. എനിക്കത് സെക്ഷുവാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പം ഞാൻ അമേരിക്കയിലെ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കണ്ട ഒരു കാര്യം വെച്ചാൽ, എൻ്റെ ഒരുപാട് ക്ലയന്റുകൾക്ക് സെക്ഷുവാലിറ്റി, അമേരിക്ക ആയതുകൊണ്ട് സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഷെയിം കുറവാണ്, അതിനേക്കാളും കൂടുതൽ ഷെയിമാണ് മണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. അപ്പൊ ആ ഷെയിം ഉള്ള അത്ര സമയം അവരുടെ റൂട്ട് കൺജസ്റ്റഡ് ആയിരിക്കില്ലേ? ആയിരിക്കും. അല്ല, ആ ഒരു ഷെയിം കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മതങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ മനുഷ്യനും പിറന്ന് അവൻ വളർന്നു വരുന്ന സമയത്ത് ഏകദേശം ഒരു 7-8 വയസ്സ് വരെ ആവുന്ന സമയത്ത് അവനിൽ അവൻ്റെ ഒരു എൻ്റെ ലൈഫിലേക്കുള്ള സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട്. അത് അതിനകത്ത് മതപരമായ ആശയങ്ങളുണ്ട്, സാമൂഹികപരമായ ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളുണ്ട്, അവൻ്റെ കുടുംബപരമായ ആശയങ്ങളുണ്ട്, ദേശപരമായ ആശയങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പം മതപരമായ ആശയമാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹികപരമായ ആശയങ്ങളാണെങ്കിലും മണിയുള്ള ആളുകളെല്ലാം എന്തോ ഒരു മോശക്കാരാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട്. കാരണം മണി സമ്പാദിച്ച ഒരാൾ അയാൾ എന്തൊക്കെയോ മോശ കാര്യം ചെയ്തിട്ടാണ് ഈ മണി സമ്പാദിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ ആശയം നമ്മളിലേക്ക് കുത്തി നിറയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് ശരിക്കും അതുകൊണ്ട് മതങ്ങൾക്ക് എന്താണ് ഗുണമുള്ളതുകൊണ്ട് നമുക്കറിയാം, നമ്മളെ ഏതെങ്കിലും തരത്തിൽ അടിമകളാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിന് വിധേയമാക്കി നമ്മളെ നിർത്തണമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ എന്തുമാകട്ടെ, ഒരു ആശയത്തിന് വിധേയമാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു കുറ്റബോധം ജനിപ്പിക്കണം.